ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മിയയാണ്. നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മി ഇൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു റീസെറ്റ്, സൺഡേ റുട്ടീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റുട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാ സൺഡേയും ചെയ്യുന്ന കാര്യമായിരിക്കണം. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ആയിട്ടുണ്ടല്ലോ, ലൈഫ് എന്താണെന്ന് അറിയത്തില്ല, വല്ലാണ്ട് തിരക്കാവുന്നു. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള കപ്പിൾസ് അല്ല വർക്കിംഗ് മദേഴ്സ് ആയിട്ടുള്ളവർക്കറിയാം, നമുക്ക് ഇനി വർക്ക് ചെയ്യണം തന്നെ ഇല്ല. നമുക്കൊരു വീക്കെൻഡ് വരുമ്പം വീക്ക് ഡേയ്സ് ഭയങ്കര ബിസി ആണെങ്കിൽ ചിലപ്പോൾ വീക്കെൻഡ് നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ടാവും അല്ലേ. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൂരിയും മസാലയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പതുക്കെ എല്ലാം ഒന്ന് ടൈഡി ആക്കി വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഈ ഇടയ്ക്ക് ദിവസം ഇതിപ്പോൾ ഐസക്കിന് അപ്പോൾ ഇന്ന് മാരിയോ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇന്ന് മാരിയോ ഡേ ആണ്. അപ്പം നമ്മൾ ഈ മറ്റേ ഹാലവിന് മേടിച്ചൊരു മാരിയോ കോസ്റ്റ്യൂമൊക്കെ തപ്പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി അവിടെ അതൊക്കെ നടന്നോളും. അപ്പോൾ അതൊക്കെ ഞാനത് ഇടിപ്പിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി ഡീക്ലട്ടറിങ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന്. ഞാൻ ഡീക്ലട്ടറിങ് അങ്ങനെ ഓൺ ദ ഗോൾ ചെയ്യുകയാണ് ചെയ്യുക. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചേർന്നുണ്ടാവും. ശരിക്കും ഡീക്ലട്ടറിങ് മിനിമലിസത്തിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾ നോക്കിയാൽ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് ഒറ്റ ദിവസം ചെയ്യണമെന്നൊക്കെ ഉള്ള പോലെയാണ് എനിക്ക് വർഷങ്ങളായിട്ട് തോന്നിയേക്കണത്. ഞാൻ സീസൺ അനുസരിച്ച് അപ്പോൾ വിൻ്റർ വരുമ്പോഴത്തേക്കിനി സമ്മർ വരുമ്പോൾ ഒക്കെ വാർഡ്രോബൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്യും. പിള്ളേരുടേത് എല്ലാ സമ്മറിലും സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഡ്രസ്സ് ഉണ്ടാവും, നമുക്ക് കീറിയതുണ്ടാവും, പൊട്ടിയതുണ്ടാവും, പാകമില്ലാത്തതുണ്ടാവും, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കളയും. പിന്നെ ഞാൻ പണ്ടൊക്കെ ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് കുറേ അധികം സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു കേട്ടോ. അത് ഇല്ല. പിന്നെ എനിക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ, എനിക്കാകെ 2 ജോഡി, അതായത് ഓരോ ബെഡിനും 2 ജോഡി വെച്ചുള്ളത്. അപ്പോൾ ഒരെണ്ണം അലക്കുമ്പോൾ മറ്റേതിടും, ഒരെണ്ണം അലക്കുമ്പോൾ മറ്റേതിടും. എല്ലാം ലൈറ്റ് കളേഴ്സാണേ. ലൈറ്റ് കളേഴ്സും വൈറ്റിഷ് അങ്ങനത്തെ കളറാകുമ്പോഴത്തേന് എനിക്കത് തോന്നിയിട്ടുണ്ട്, നമുക്ക് ശരിക്കും ഈ ക്ലട്ടർ കുറഞ്ഞ പോലെ തോന്നും. ഭയങ്കര പൂവും അത് ഓരോരുത്തരുടെയും ഒരു ഇതുപോലെ ആയിരിക്കും കേട്ടോ, എല്ലാവർക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ഡാർക്ക് കളേഴ്സ്, ഒത്തിരി പൂവും കായും കുത്തിവരെയൊക്കെ ഉള്ളതാകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കട്ടിലിലോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും റൂം അങ്ങ് ഫുള്ളായ പോലെ തോന്നും. അതേസമയം വൈറ്റ്, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് പിങ്ക്, വളരെ ലൈറ്റ് കളറുകളാണെങ്കിൽ നമ്മൾ കട്ടിലോ അല്ലെങ്കിൽ വിരിച്ചു കഴിഞ്ഞാൽ റൂമിന് വലിപ്പം തോന്നും, ക്ലട്ടർ കുറവായിട്ട് തോന്നും. അങ്ങനത്തെ ചെറിയ ചില പൊടിക്കൈകളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. അതായത് നമുക്ക് എന്താ പറയുക, സ്ഥിരമായിട്ട് ഡീക്ലട്ടറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമുക്ക് അത്രയ്ക്ക് സാധനങ്ങൾ മേടിക്കുമ്പോഴാണല്ലോ കണ്ടമാനം ഡീക്ലട്ടർ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഞാൻ മേടിക്കുമ്പോഴും കുറേ പ്രാവശ്യം ആലോചിക്കും, ഇത് വേണോ, ഇതുകൊണ്ട് ആവശ്യമുണ്ടോ. എനിക്ക് പണ്ടൊക്കെ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ സാധനങ്ങൾ മേടിക്കുന്ന ഒരു സന്തോഷം, മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഉപയോഗിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് ശരിക്കും വേണ്ടതാണോ എന്നൊക്കെ. ചിലപ്പോൾ നമുക്കൊരു പ്രായം ആകുമ്പോഴത്തേക്കിന് ആ ഒരു മെച്യൂരിറ്റി വരുന്നത് കൊണ്ടും കൂടി ആയിരിക്കും. പക്ഷേ വൈറ്റ് ആയിട്ടുള്ള ഷീറ്റുകളും ഇതുകളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള അടുത്ത ചോദ്യമാണ് പിള്ളേരുടെ ഉള്ളപ്പം. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും വൈകുന്നേരമാണ് കുളിക്കുക. അപ്പം വൈകിട്ട് കുളിച്ച് കഴിഞ്ഞാൽ മേത്തങ്ങനെ ചെളി അധികം ഉണ്ടാവില്ലല്ലോ കട്ടുമേൽ. പിന്നെ കഴുകുമ്പോഴത്തേന് വിനെഗറും ഒക്കെ യൂസ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റുകയും ചെയ്യണം കേട്ടോ. പിന്നെ വേറുള്ളത് പ്ലാന്റുകളാണ്. ഞാൻ ഒത്തിരി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റുകളും കാര്യങ്ങളും മേടിക്കുന്നതിന് പകരം ഒറിജിനൽ ആയിട്ടുള്ള പ്ലാന്റുകൾ, വളരെ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ പ്ലാന്റ്സ് മേടിക്കുന്നത്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ പ്ലാന്റും അങ്ങനത്തെ വെപ്പായിരുന്നു കൂടുതൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ലൈഫ് പ്ലാന്റിലോട്ട് പോയപ്പം ക്ലട്ടർ ആവുന്നത് കുറേയുണ്ട്. കാരണം ഇത് ലൈവായിട്ടുള്ള സാധനമായിട്ട് നമ്മൾ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യും, പൊടി പിടിച്ച് മാറാല പിടിച്ചൊന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ വീക്കെൻഡിലൊന്നും ഇത് നനയ്ക്കില്ല കേട്ടോ. ഇത് ഞാൻ ഒരിടയ്ക്ക് വല്ലാതെ നനയായിരുന്നു, വല്ലാണ്ട് വെള്ളം ഒഴിച്ചത് ഇതൊക്കെ മരിക്കാറായതാണ്. പക്ഷേ ഇപ്പം ഞാൻ മേളിൽ കൊണ്ടുവന്ന് വെച്ചു, ഒന്ന് സ്പ്രേ ചെയ്യും വീക്കെൻഡിൽ. കുറച്ച് ദിവസം, ഒരു മാസം കൂടുമ്പോൾ ആ മണ്ണ് ഡ്രൈ ആകുമ്പോൾ നല്ലതുപോലെ നനച്ച് വയ്ക്കും. അപ്പോൾ എനിക്കിങ്ങനെ താഴെ നമ്മുടെ ലിവിങ് ഏരിയ, കിച്ചൺ ഏരിയയിലായിരുന്നു കൂടുതൽ ചെടികൾ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ വ്യത്യാസം കൊണ്ടാവും ആ വാഴച്ചെടി പോലത്തതൊക്കെ അങ്ങോട്ട് വല്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് മേളത്ത് ബെഡ്റൂമിൽ, അതായത് വാഷ്റൂം, ബെഡ്റൂം ആ ഭാഗത്ത് കൊണ്ട് വെച്ച പിന്നെ കുറച്ചും കൂടി ഇതിനൊക്കെ ഒന്ന് ജീവൻ വെച്ചതുപോലെയുണ്ട് കേട്ടോ. അപ്പം സൺഡേ 1-2 ആഴ്ച കൂടുമ്പം സൺഡേയിലോ സാറ്റർഡേയിലോ ചെടികളെയൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വയ്ക്കും.
പിന്നെ ഉള്ളത് വാഷ്റൂം വൃത്തിയാക്കുന്നത്. നമ്മൾ വാഷ്റൂം ശരിക്കും വീക്ക്ലി വൺസിന് വേണ്ടി വെക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഡെയിലി ഓൺ ദ ഗോ ഉണ്ടല്ലോ. ഒന്നിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് സിങ്കൊക്കെ നമ്മൾ രാവിലെ പലക്കെ തേച്ച് ഫ്രഷൊക്കെ ആയി മേക്കപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ സിങ്ക് ഏരിയയിലൊക്കെ എന്തായാലും അതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒരൊറ്റ വൈപ്പ് അങ്ങോട്ട് ചെയ്താൽ തന്നെ നമുക്ക് റെഡിയാവും കേട്ടോ. പിന്നെ ടോയ്ലറ്റ് ബൗളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുളിക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് ഒരു ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ വീക്കെൻഡിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥ വരില്ല. കാരണം നമുക്കറിയാമല്ലോ, നമുക്കൊരു വീക്കെൻഡ് കിട്ടുമ്പോൾ ഇപ്പം നമുക്ക് ശനി ഞായറും 2 ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച മെയിൻലി റെസ്റ്റ് ആണ്. സൺഡേയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ ടൈം ക്ലീനിങ്ങും ഹോം മേക്കിങ്ങും കുക്കിങ്ങും ഒക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര മൺഡെയിൻ ആക്ടിവിറ്റി എൻജോയ് ചെയ്യാം നമുക്ക് കുറേയൊക്കെ. പിന്നെ മടുപ്പ് വരാതിരിക്കാനായിട്ട് എല്ലാ ദിവസവും കുറേശ്ശെ ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് ഉരച്ച് സമയം കളയേണ്ടി വരില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കിങ്ങനെ ഒന്നാമത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ലൊരു ഫ്ലോ കിട്ടി കേട്ടോ, ക്ലീൻ ആക്കാനും റീസെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ പുറത്തുനിന്ന് എന്തായാലും ഫുഡ് മേടിക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ബിരിയാണി പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ വളരെ കുറവാണ്. അപ്പം മേളത്തെ ഈ ഒരു റൂം വൃത്തിയാക്കി ഒന്ന് വാക്യൂം ചെയ്ത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഞാനൊരു എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലൊന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഡിഫ്യൂസറാണിത്. ശരിക്കും ഞാനിത് മേടിക്കുന്നത് ഒന്നിൽ കോസ്കോയിൽ എസെൻഷ്യൽ ഓയിൽ വരുമ്പോൾ മേടിക്കും. അതല്ലെങ്കിൽ വിന്നേഴ്സ് മാർഷൽസ് അവിടെയൊക്കെ 2-3 എണ്ണത്തിന് $15 അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് മേടിച്ച് വയ്ക്കും. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല. നല്ല മണം ഒക്കെ ആണോയെന്ന് അതിൽ റിലാക്സ് ഇതെന്നൊക്കെ എഴുതിയേക്കണത് മേടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു ബ്രാൻഡോ ഇന്ന സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. പിന്നെ പെപ്പർ മിൻറ്റ് ചിലതൊന്നും എനിക്കിഷ്ടമില്ലാത്ത നമുക്ക് ആ ഒരു ഇഷ്ടമില്ലാത്ത മണം അറിയാമല്ലോ, അത് വാങ്ങില്ല. ശരിക്കും ഒന്ന് ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ റൂമിൽ ഒരു നല്ല സുഗന്ധം വരുത്താനും പിന്നെ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെയും അല്ലെങ്കിൽ ആകെ ഒരു ഡാമ്പിയായ എന്തെങ്കിലുമൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉമ്മറം, ഈ മുറ്റം കയറി വരുന്ന ഭാഗം വൃത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു കാര്യം ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും അങ്ങനെ വരാറില്ല കേട്ടോ. എല്ലാം ഒന്ന് ടൈഡി ചെയ്യും, പക്ഷേ ഒന്ന് പൊടി അതൊക്കെ വെക്കാറൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഷൂറാക്ക് മേടിച്ചിട്ട് ഈ ഒരു സൈഡിൽ കയറി വരുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ അടച്ചു വെക്കാവുന്ന ഒരു ഷൂറാക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു അലങ്കാര പീസായിട്ടും കൂടെ അവിടെ ഇരുന്നോളും. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു ഒരു തിരിയൊക്കെ അവിടെ കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു ക്യാൻഡലിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെതറൊക്കെ മാറി സ്പ്രിങ് ആയല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വിൻ്ററിൻ്റെ ഇരിക്കുകയായിരുന്നു. ആ റീത്തൊക്കെ മാറ്റി സ്പ്രിങ്ങിൽ നല്ല പൂക്കളൊക്കെ വന്ന് നല്ല ഒരു റീത്തൊക്കെ മാറ്റി വെച്ചു. അങ്ങനെ ഇതും നമ്മൾ സീസണലി ചെയ്യുന്ന കാര്യം. നമ്മളിപ്പോൾ എപ്പോഴും എല്ലാ ആഴ്ചയിലും മാസമൊന്നും റീത്ത് മാറ്റില്ല. ക്രിസ്മസ് ആകുമ്പം, വിൻ്റർ ആകുമ്പം, പിന്നെ ഈ പറഞ്ഞ പോലെ സ്പ്രിങ് ആകുമ്പം അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. ഇനിയിപ്പം നമുക്കിവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്ത് ഒന്ന് വൃത്തിയാക്കാം. അത് ഞാൻ പെട്ടെന്ന് അവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പോൾ തന്നെ ശരിക്കും വീടിനൊരു ജീവനായി കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പകലൊന്നും നമ്മൾ ലൈറ്റ് ഇട്ട് വെക്കില്ല കേട്ടോ. ഇപ്പം ഇവിടെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ലോകത്തെല്ലായിടത്തും ഈ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആക്കുന്ന പോലെ നമ്മൾ 2 വർഷം മുമ്പ് കൊടുത്തതിന് ഇരട്ടിയാണ് കറണ്ട് ചാർജും അതൊക്കെ പോകുന്നത്. അപ്പം എന്താ പറയുക, ഞാൻ തിരിച്ച് വന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മാക്സിമം സൺലൈറ്റ് വീട്ടിലോട്ട് വരുന്ന പോലെ. വിൻ്ററിൽ നമ്മൾ ലൈറ്റ് നല്ലോണം യൂസ് ചെയ്യും കേട്ടോ. കാരണം വെച്ചാൽ ഇനി നമ്മൾ ഇരുട്ടത്തിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് തോന്നും. പക്ഷേ ഇനിയിപ്പം നല്ല വെളിച്ചമായി, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. അതുകൊണ്ട് മാക്സിമം സൺലൈറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയുള്ളത് കുറച്ച് ഡീക്ലട്ടറിങ് ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഈ ഡ്രോവറിൽ ഇതാണ് കേട്ടോ, എൻ്റെ ഒരു ഹെയർ ക്യാപ്പ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഒരു വശത്തും, തോമസിൻ്റെത് വലതുവശം, എൻ്റെ ഇടതുവശം ഉണ്ട് വയ്ക്കുക. ഇത് മറ്റെന്താ പറയുക, ഷേവിങ്, ട്രിമ്മിങ് അങ്ങനത്തെ ചെയ്യുന്നത് ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇത് വാൾമാർട്ടിലൊക്കെ കാണാം. സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരിക്കും. പിന്നെ എന്താ പറയുക, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ മുഖത്ത് മസാജ് ചെയ്യുന്നത്, ഇത് ഞാൻ ഈ ഇടയ്ക്കങ്ങാണ്ടോ വിന്നേഴ്സിലോ മറ്റോ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇനി പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടോയെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്.
പിന്നെ ഇതെനിക്ക് മനു അവൻ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയപ്പോൾ നമ്മൾ കയ്യിൽ കാശ് കൊടുത്തു വിടുമല്ലോ, അത് വെച്ചിട്ട് എനിക്ക് കാൽഗറി സൂന്നോ മറ്റോ ഒരു കുഞ്ഞ് ഇത് മേടിച്ചാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും എനിക്ക് പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുവാണ്, എന്തെങ്കിലും ഇട്ട് വെക്കണം, അങ്ങനെ ഇത് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ പേഴ്സിൽ വെക്കുകയാണ് ചെയ്യുക. ചെറിയ കുഞ്ഞ് എന്തെങ്കിലും ഒരു ലിപ് ബാമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട്, അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഹൈജീനിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണ് ഇതെൻ്റെ സ്പഞ്ച്, പിന്നെ ഒരു വള എങ്ങനെയോ അവിടെ വന്ന് പെട്ട് കിടക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും അടുക്കി വെച്ചപ്പോൾ വെച്ചതായിരിക്കും. പിന്നെ എന്താ പറയുക, മസ്കാര, ലിപ്സ്റ്റിക്കുകൾ, പിന്നെ എന്താ പറയുക പറഞ്ഞ ഐ ഷാഡോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നതാണ്. ഐബ്രോ പെൻസിൽ, അതിൻ്റെ വെട്ടണ സാധനം. ഇത് കേർവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ ഒരു ഇവിടെ തന്നെ ഒരു മോളിലുള്ള ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച ഐബ്രോ പെൻസിലാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിനകത്താണ് ബ്രഷുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇങ്ങനെ ബ്ലഷിനും പൗഡറിനും ഐ ഷാഡോ അങ്ങനത്തെ സാധനങ്ങൾക്കുള്ള ബ്രഷും പിന്നെ ഇങ്ങനത്തെ ബ്ലഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞു ബോക്സിൽ ഇങ്ങനെ ഇട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെക്കണതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എനിക്ക് വേണ്ട സാധനങ്ങളും എപ്പോഴും എടുക്കാൻ സൗകര്യമുള്ള സാധനങ്ങളും കൂടിയാണ് കേട്ടോ. ഇതല്ലാണ്ട് ഉള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ, ക്രീമുകൾ, നൈറ്റ് കെയർ, ഡേ കെയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സൈഡിലൊരു കുഞ്ഞ് കബോർഡിൽ വെച്ചിട്ടുണ്ട്. ഇത്ര സാധനമുള്ളൂ കേട്ടോ എനിക്ക് മേക്കപ്പ് ഐറ്റമായിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്താണ് എൻ്റെ കച്ചറ സാധനങ്ങളുണ്ടല്ലോ, അല്ല ഫേസ് പാക്കുകൾ, മാനിക്യൂർ, പെഡിക്യൂർ, അങ്ങനത്തെ സാധനങ്ങൾ. ഒരു എപ്പിലേറ്റർ എനിക്ക് കിട്ടിയത് ഇവിടുന്ന് എന്ന് ഞാൻ മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഫിലിപ്സിൻ്റെ ആണ്. എനിക്കറിയില്ല കേട്ടോ എപ്പിലേറ്റർ അങ്ങനെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ഡൊണേറ്റ് ചെയ്യണോ കളയണോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെയും തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം. എനിക്ക് കുറേ നെയിൽ പോളിഷുകളുണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തു. കളയാനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറേ സാധനം ഞാൻ മേടിക്കുമ്പം ഇൻറ്റൻഷണലായിട്ട് തന്നെ മേടിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കണം എന്നല്ല, അപ്പം നമുക്കറിയാമല്ലോ എന്തൊക്കെ സാധനങ്ങൾ നമുക്കുണ്ടെന്ന്. അതിനിടയ്ക്ക് എനിക്ക് ഐസക്ക് തോമസ് താഴെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് അവൻ്റെ കൊടുത്തു വിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൊണ്ട് തന്നിട്ട് ഒരു സിപ്പ് ഞാൻ കുടിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഇരുന്നിട്ട് കുടിക്കണം. ഉപ്പ് മിഞ്ചിയൊക്കെ ഇട്ടിട്ട് തോമസ് ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കണതാണ് കേട്ടോ. പിന്നെ ഹെഡ് മസാജ് ചെയ്യുന്ന ഒരു സാധനം കണ്ടുപിടിച്ചു. പിന്നെ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ നെയിൽ പോളിഷ് ഇട്ടു കേട്ടോ. ഇത് ഏത് നെയിൽ പോളിഷാണെന്ന് വെച്ചാൽ ലോറിയൽ പാരീസിൻ്റെ ലിയ എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ. 630 ലിയ 630 എന്നോ മറ്റോ അങ്ങനെ ഇത് നമ്പർ. ഭയങ്കര ഇതൊന്നുമില്ല, ഇട്ടാ കഴിഞ്ഞ ഉടനെ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ ഞാനൊരു ടോപ്പ് കോട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോഴാണ് ഈ ഗ്ലേസിങ് വരുന്നത്. ടോപ്പ് കോട്ട് ഇട്ടില്ലെങ്കിൽ ഒരു ഡള്ളായ പോലെ ഇരിക്കും. ഇട്ട ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ അനങ്ങില്ല, ഒന്നിട്ട് പണിയും ചെയ്യില്ല, വെള്ളം കൊണ്ട് വായിൽ വെച്ചതാന്നൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. കാരണം എനിക്ക് കുറച്ച് സമയം 2-3 കോട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം വേണം ഒന്ന് ഉണങ്ങി വരാനായി. അപ്പോൾ എന്തായാലും ഇവിടെ അടങ്ങി ഒതുങ്ങി കുറച്ച് സമയം ഇരിക്കാം. ഒരു 15 മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്ന് വായിച്ചു. 15 മിനിറ്റ് ഒന്നും വേണ്ട, അത് ഡ്രൈ ആവാം. പക്ഷേ അങ്ങനെ വായിക്കാൻ തുടങ്ങിയതല്ലേ. എനിക്ക് ഇനിയിപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഞാൻ അവിടെ പകുതി പണിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ, അതങ്ങ് മറന്നു പോട്ടോ, അടുത്ത പണികളിലേക്ക് പോകും. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വായിക്കുകയാണ്. ഇപ്പം എനിക്ക് ഈ ഇടയ്ക്ക് നമ്മൾ ഭയങ്കര ഇറഗുലറായിട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏതാ ബുക്ക് വായിക്കുന്നത്, ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ബുക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ട ഒരു ബുക്ക് എടുത്ത് വായിച്ചു എന്നുള്ളൂ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബ്രെന്നെ ബ്രൗണിൻ്റെ ദ ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻസ് എന്ന് പറഞ്ഞ ബുക്ക്, ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും റീഡ് ചെയ്യട്ടോ ബുക്ക് നമ്മൾ കാശ് കൊടുത്ത് പർച്ചേസ് ഇത് വെക്കുമ്പം എപ്പോഴും നമ്മൾ ഓർക്കണം, ഇത് ഞാൻ റീഡ് ചെയ്യാൻ പ്ലാനുള്ള ബുക്കാണോ എന്ന് ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ബ്രെന്നെ ബ്രൗണിൻ്റെ ബുക്ക് ഇത് ഭയങ്കര ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ടും ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുന്ന ഒരു ബുക്കാണ്. പലർക്കും പല അഭിപ്രായമാണ് ആ ബുക്കിനെ കുറിച്ച്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളത് നന്നായിട്ട് ഞാനുമായി എൻ്റെ തോട്ടുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ഒരു ബുക്കായതുകൊണ്ട് ഞാൻ അതൊന്നും കൂടെ വായിക്കാമെന്ന്. ഇനിയിപ്പോൾ നെയിൽ പോളിഷൊക്കെ റെഡിയായി ഉണങ്ങി. നമ്മൾ എന്തായാലും പുറത്തുനിന്ന് ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണില്ലെങ്കിൽ പാത്രം കഴുകണ്ട, അടുക്കള വൃത്തിയാക്കണം, അങ്ങനെ പല അഡീഷണൽ ബെനഫിറ്റ്സ് ഉണ്ടല്ലോ. ഞാൻ എന്തായാലും ആ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ഇട്ടേക്കാണ്. ഇത് ഞാൻ വിന്നേഴ്സിൽ നിന്ന് മേടിച്ചൊരു കൊറിയൻ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഫേസ് പാക്ക് ഇടൽ വളരെ കുറവാണിപ്പം, കാരണം ഈ സ്കിൻ കെയർ നമ്മുടെ കുറച്ച് വൃത്തിയായി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അധികം ഫേസ് പാക്കിനൊന്നും ആവശ്യം വരില്ല. ഞാനിപ്പോൾ ഇന്ന് വൃത്തിയാക്കിയപ്പോൾ കണ്ടപ്പം ഉപയോഗിച്ചു.
ഒരു 15 മിനിറ്റ് അത് വെച്ചതിന് ശേഷം അവർ പറഞ്ഞേക്കണ അതിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ കഴുകണ്ട, മുഖത്തോട്ടിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ചാൽ മതിയെന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് തന്നെ എനിക്കറിയില്ല. ഗുവാഷായോ എന്തോ പറയുക. എന്തായാലും ഇത് ഞാൻ വിന്യസിച്ചിരിക്കുന്നത്. ഒത്തിരി പേര് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കാണുന്നുണ്ടായിരുന്നു. ഒരു രസമുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ മസാജ് ചെയ്യാൻ ഒരു രസമുണ്ടെന്നല്ലാണ്ട് എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ടെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ലായിരിക്കും. മുഖം നമ്മുടെ ഫേസ് നല്ല കോണ്ടൂറിങ് ആകും എന്നാണ് പറയുന്നത്, ഫീച്ചേഴ്സൊക്കെ പ്രോമിനൻ്റ് ആകുമെന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഓൾറെഡി ഇങ്ങനെ താടിയെല്ലും കവിളിലും ഒക്കെ ഓൾറെഡി പ്രോമിനൻ്റ് ആയിരിക്കും. ഇത് കൂടുതൽ പ്രോമിനൻ്റ് ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു മസാജിങ് ടെക്നിക്കൊക്കെ ഒന്ന് പഠിച്ച് നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മസാജ് ചെയ്തു. പിന്നെ നമ്മുടെ ബിരിയാണി പോയി മേടിച്ചു വന്ന് കഴിപ്പും കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചു. കറങ്ങാനൊന്നുമില്ല, നമ്മുടെ അവിടെ അടുത്ത് തന്നെ ഒരു ലേക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ വെതറൊക്കെ നന്നായി ഇത് കണ്ടോ, നമ്മുടെ ചെടികളൊക്കെ മഞ്ഞ് വീണ് ഉണങ്ങി കരിഞ്ഞ് മരിച്ചു നിന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ദാ പൂക്കളും കായ്കളും തളിരുകളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് എനിക്കിപ്പോൾ ഉടനെ തന്നെ ജോലി കഴിയും കേട്ടോ. ഇത് ജോലിയുടെ ഏർപ്പാട് തീരും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പിള്ളേർക്ക് ജൂൺ അവസാനം വരെ ക്ലാസ് ഇതുണ്ട്. അപ്പം ഈ മെയ്യിൽ അവസാനത്തോടു കൂടി എൻ്റെ പരിപാടി കഴിയും. പിന്നെ ജൂണ് പിള്ളേർക്ക് സ്കൂളും കൂടെ ആ ഒരു ശരിക്കും ഒരു വർക്കിംഗ് മോം അല്ലല്ലോ, ലൈക്ക് സ്റ്റേ അറ്റ് ഹോം മോം പീരീഡാണ്. പക്ഷേ എനിക്ക് ആ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പിള്ളേരെ സ്കൂളിലാക്കി ഈ ലേക്കിന് ചുറ്റും നടന്ന് ആ ഒരു റുട്ടീനെ എൻ്റെ ലൈഫിൽ വേറെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ ഇൻലോസ് അപ്പച്ചനമ്മച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ സമ്മർ റുട്ടീനിൽ വരും എന്ന് പറഞ്ഞാലും ഞാൻ ഈ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ സാധനം ഉപേക്ഷിക്കുകയില്ല കേട്ടോ. ഈ ലേക്കിന് ചുറ്റും നടന്ന് വന്നു കഴിയുമ്പോഴത്തേന് എന്തൊരു നല്ല എനർജി, നല്ലൊരു ഫീലിംഗ്. ഇത്രയും ശുദ്ധമായ ഈ ഒരു വെള്ളവും പ്രകൃതിയും ഒക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ഞാനിതിന് ചുറ്റും ഒരു 2 പ്രാവശ്യം നടന്ന് തന്നെ ഒരു 5-8 കിലോമീറ്റർ നടന്നതിന് തുല്യമാവും. അപ്പോൾ പക്ഷികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, താറാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിള്ളേരെയും കൊണ്ട് ഇതിന് ചുറ്റുമൊക്കെ കുറച്ച് നടന്ന് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് തോമസ് പോയിട്ട് കോസ്കോയിൽ ഇതാ ഇങ്ങനെ ഒരു കണ്ണാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ റൂമിൽ നമ്മുടെ ബെഡ്റൂമിൽ ഒരു കണ്ണാടി നീളമുള്ള കണ്ണാടി വേണമെന്ന് വെച്ചാൽ കുറേ നാളായി നോക്കണം. പക്ഷേ പിന്നെ ഇപ്പം ഇതാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞങ്ങൾ ശരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി. ഒത്തിരി വലിയ കണ്ണാടി വേണ്ട, ഇത് മതി എന്നൊക്കെ പറഞ്ഞ് തോമസിനെ കൺവിൻസ് ചെയ്തിട്ട് അത് വെച്ചു. ഞാൻ അത് വെച്ചത് കുറച്ച് സമയം എടുത്തു കേട്ടോ അത് വെക്കാനായിട്ട്. അതിനിടയ്ക്ക് നമ്മൾ ഗരാജ് വൃത്തിയാക്കിയത്, ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ പണ്ടൊരിക്കൽ അങ്ങനെ വൃത്തിയാക്കിയപ്പം ഇതൊരു 2 വർഷം മുമ്പ് മേടിച്ച കത്തിയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി കത്തി നല്ല കത്തി കിട്ടുക നല്ല എവിടെ നിന്ന് കിട്ടുന്നു? ഫേവർ വെയറിൻ്റെ കത്തികളും നല്ലതാണ്. ഈ ഒരു കത്തി ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു ബ്രാൻഡൊന്നും എനിക്കറിയില്ല എന്തായിരുന്നു എന്ന്. ഇത് ഞാൻ നമ്മുടെ കോസ്കോയിൽ ഒരിക്കൽ 2 വർഷം മുമ്പ് മറ്റേ സെയിൽ വന്നപ്പോൾ ഞാൻ മേടിച്ചൊരു കത്തിയാണ്. 5 മറ്റോ ഉണ്ടെന്ന് പറഞ്ഞ് മേടിച്ചാൽ എന്നിട്ട് അത് ഗരാജിലിരിക്കുക. കാരണം നമ്മുടെ ഓൾറെഡി ഉള്ള കത്തിക നല്ല കത്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായല്ലോ നാശമായി. ഇത് സെബാറ്റിയർ, അതാണ് അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. ഇത് അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ അതിൻ്റെ സ്പെല്ലിങ് കണ്ടല്ലോ, SABTIER എന്ന് പറഞ്ഞ ഒരു കത്തി ബ്രാൻഡാണ്. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ കത്തി ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചു. ഒരു കഴിഞ്ഞ ആഴ്ച മറ്റെടുത്ത വീഡിയോ ആണിത്. ഇതിന് വോയിസ് കൊടുക്കുമ്പോൾ കുറേ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. സെബാറ്റയർ എന്തായാലും അത് അടിപൊളി കത്തി എന്ന് പറഞ്ഞാൽ കത്തി അടുത്ത് കൂടെ പോയാൽ മതി, അപ്പം തന്നെ സാധനങ്ങൾ മുറിയണ പോലെയാണ്. അപ്പോൾ തോമസിന് എന്നെ ഭയങ്കര പേടി. എനിക്ക് രക്തം കണ്ടാലേ ഞാൻ അടങ്ങുമെന്ന് പറഞ്ഞ പോലെ കത്തി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് രക്തം വന്നിരിക്കും. അപ്പം ഞാൻ ഈ അരിയണ കണ്ടിട്ടുണ്ടെങ്കിൽ തോമസ് അമ്മച്ചായിരുന്നു എൻ്റെ ഇന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് സ്വന്തമായിട്ട് അരി കിട്ടോ. അത് എനിക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും. നല്ല മൂർച്ചയുള്ള കത്തി എന്ന് മാത്രമല്ല ഇതിന് വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിന് ഷാർപ്നർ ഉണ്ടല്ലോ, കത്തിയുടെ ഷാർപ്നർ അതിനോട് തന്നെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എല്ലാ കത്തിയും കവർ ഇട്ട് വയ്ക്കാം. പിള്ളേരുള്ള വീട്ടിലറിയാമല്ലോ, നമ്മൾ ഡ്രോവറിലാണ് ഇട്ട് വയ്ക്കുന്നത്. അല്ലാണ്ട് പുറത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് കൈയൊക്കെ ഇടുമ്പോൾ നമ്മുടെ കൈ മുറിയോ ഇല്ല. ഇത് കവറായിട്ടും യൂസ് ചെയ്യാം. ആ കവറിലെ ആ റെഡ് പീസ് ഉണ്ടല്ലോ, അത് കത്തി നല്ല മൂർച്ചയാക്കണ ഒരു ഷാർപ്നറാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാനൊരു ചായയൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുക. തോമസ് ആ സമയത്ത് ഈ ഒരു കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ചിലവുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ കുറേ പെൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർക്ക് ഈ വീഡിയോസ് നമ്മൾ വേറൊരാൾ ക്ലീൻ ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മോട്ടിവേഷൻ വരും എന്നാണ് എന്നെ പോലെയുള്ളവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മോട്ടിവേഷൻ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൺഡേ റീസെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ പോയത്.
ഇതാ അതിനിടയ്ക്ക് ഐസക്കിന് ഇതാ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. Subscribe to Mommy's channel. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കണം. നമ്മൾ ഒരു വർക്കിംഗ് ഫാമിലിയാണ്. ഹസ്ബൻഡും വൈഫും 2 പിള്ളേരൊക്കെ ആയിട്ട് കാനഡയിൽ ആൽബർട്ട എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണ് താമസിക്കുന്നത്. നമ്മൾ റുട്ടീൻ വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.